നമസ്കാരം സാർ. നമസ്കാരം. എന്താ വേണ്ട സാറേ? ഒന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല എന്നാലും ഞാൻ ഇല്ല, ഞാൻ നോക്കിക്കോളാം. ശരി. ഹലോ. ആ പിന്നെ ഈ ഇപ്പൊ അക്കൗണ്ട്സിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തില്ലേ ഒരു പെൺകുട്ടി? അക്കൗണ്ട്സിലോ? ആ, അക്കൗണ്ട്സിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണ് ഒരു വലിയ കണ്ണൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയില്ലേ? വലിയ കണ്ണ് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അറിയില്ലേ? പേര് ആശാന്ന്. ആശ. ആ മറ്റേ ഉണ്ടക്കണ്ണൊക്കെ ആയിട്ട് തടിച്ചിട്ട് നല്ല വെളുത്തിട്ട് നല്ല വെളുത്തിട്ടുള്ളൊരു സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി. ആ കുട്ടിയൊന്ന് വിളിക്കാവോ? ആ എന്തിനു വിളിക്കട്ടെ സാറേ? ഞാൻ കുട്ടിയുടെ ഹസ്ബൻഡാണ്. ഓ ഹസ്ബൻഡാണോ? ഓ കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയണ്ട, വിളിച്ചാ മതി. ഓ ശരി, വിളിക്കാം. എന്താ ഫോൺ വിളിച്ച് ശല്യം ചെയ്തൊന്നും പോരാഞ്ഞാണ് ഇപ്പൊ ഇങ്ങോട്ട് നേരിട്ട് വന്നിരിക്കുന്നത്. അതെ, എന്ത് കാണിച്ചിട്ട് അതെ, താഴെ വീണ് പൊട്ടിപ്പോയി. താഴോട് അവന്റെ പൊട്ടുകല്ലേ വെക്ക അവിടെ ഇനി അന്തോ ഞാൻ എടുത്ത് വെച്ചോളാം. അവിടെ ഇട്, അവിടെ ഇട്. ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖമല്ലേ? നല്ല സുഖമുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, ഫോണിൽ കൂടെ നിന്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കേ ഭയങ്കര അസുഖം കൂടിയെന്ന് തോന്നി. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന്. ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരാളെ 10-25 പ്രാവശ്യം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരൂലേ? അല്ല, ദേഷ്യം വരും. പക്ഷെ ഇപ്പോഴും നിന്റെ മുഖത്ത് ക്ഷീണമുണ്ട്. വാ, നമുക്ക് ലീവ് എടുത്ത് നമുക്ക് വീട്ടിൽ പോകാം. ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. വാ. ആ നന്നായി. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാം കൂടെ എന്നെ റോസ്റ്റ് ചെയ്യും. തലവേദന എടുത്തിട്ട് നീ അത് മേടിച്ചിട്ടാണ് അങ്ങോട്ട് വരാത്തത്. അതിന് ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഊത്തോണ്ടാ വീട്ടിൽ പോകും. ഇവിടെ 100 കൂട്ടം പണി. ഇവിടെ ഇവര് അക്കൗണ്ട്സ് സെക്ഷനിൽ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഇവിടെ ഉള്ള എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നതിനെ കൊണ്ട് ഇവരങ്ങനെയുള്ള ആൾക്കാരാണ്. ആവശ്യമില്ലാത്തൊന്ന് പറഞ്ഞ ഉള്ള പണി കൂടെ കളയരുത്. നിങ്ങൾ ചെല്ലാൻ നോക്ക്. നമുക്ക് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. ബാ. ഞാനിപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വൈകിട്ട് വന്നേക്കാം. ഭയങ്കര ക്ഷീണമുണ്ട് നിന്റെ മുഖത്ത്. എനിക്കൊരു ക്ഷീണവും ഇല്ല. ചെല്ല, വീട്ടിൽ പോ. ഞാൻ എടുത്തോളാം. പോ, തുടരുത്. ആ ചില്ലും കൂടി ഇനി കാലേ കയറ്റും. അതെ, ഈ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നില്ലേ ഒരു പയ്യൻ? ഒരു ചെറിയ മറ്റേ നീല ഷർട്ടൊക്കെ ഇട്ട് നിന്നില്ലേ? മഞ്ജുഷ. അവന്റെ പേര് പോലെ തന്നെ. അവൻ ആള് ശരിയല്ല. അവനെ അധികം അടുപ്പിക്കണ്ട. അവനെ എവിടെ പോയി? നീ വന്നു. നമുക്ക് അവനോട് പറയാം. അവനാകുമ്പോ ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഡേയ് സുമേഷേ, നീ പോട്ടെ, കരിക്കടത്തിട്, കുടിക്കാം. എനിക്ക് വേണ്ട. എടാ വാടാ, നമുക്ക് കരിക്ക് പോയിട്ട് കുടിക്കാടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എടാ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം. പോയി കരിക്കടത്തിട്ട് വേടാ. ചിലര് മൂത്തമ്മനോടല്ലോ ജോലി ഉള്ളത്. പറ, തെങ്ങി കയറി കൈക്കടത്തി കൊണ്ട് തരാൻ പറ. എടാ അവൻ പണിക്ക് പോണവനല്ലേ, അവന്റെ അടുത്ത് പറഞ്ഞ മോശമല്ലേ? നീ ഇവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കല്ലേ? അങ്ങനെ പണിയില്ലെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കരുത് കേട്ടോ. എനിക്ക് അന്തസ്സായിട്ട് ജോലിയൊക്കെ ഉണ്ട്. അതെ അതെ, കണ്ണനെ കൊണ്ട് വെയിൽ തീർത്തുന്നത് അതാണ് അവന്റെ മെയിൻ ജോലി. എടി, ഞാനൊരു മജീഷ്യനാണ്. മജീഷ്യൻ. യോ മജീഷ്യൻ, കുറെ കാശുണ്ടാക്കുന്നുണ്ടാടേ. കാശുണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇതൊരു പ്രൊഫഷനാണ്. എത്ര സമയം വേണ്ടി വരുമായിരിക്കും പ്രൊഫഷണൽ? കാശ് കിട്ടുന്ന വരെ വേണ്ടി വരും. അപ്പൊ പിന്നെ അച്ഛൻ ജീവിതകാലം മൊത്തം ഇവനെ തീറ്റി പോറ്റാം, അല്ലെങ്കിൽ ചേട്ടൻ തീറ്റി പോറ്റും. പിന്നെ എനിക്ക് ആരും തീറ്റി പോറ്റൊന്നും വേണ്ട. എന്നെ ആരും തീറ്റി പോറ്റണ്ട. പിന്നെ നീ എന്താ എടുത്ത് വെച്ച് തിന്നും? ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നോളൂ. അച്ഛനിപ്പോ എന്ത് വേണം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ തോന്നിയാസത്തിന് ഇവിടെ നിൽക്കാൻ പറ്റിയൊന്നുമില്ല. അച്ഛൻ എന്തെന്ന് വർത്താനാ പറയുന്നത്? എന്താ അച്ഛൻ പറഞ്ഞതിന് കുഴപ്പം? ജോലിക്ക് പോകണമെന്നാ പറഞ്ഞത്. അതിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങോട്ട് കൊള്ളാം. ശരി, ഞാൻ ജോലിക്ക് പോയിട്ട് ഇനി ഇങ്ങോട്ട് കയറുന്നോളാം. എത്ര തവണ ജോലിക്ക് പോയിട്ട് ഒരു നിർബന്ധം നിനക്ക് പറ്റത്തില്ലല്ലോ ജോലിക്ക് പോകാനൊന്നും. ഞാൻ വേണമെന്ന് ഇവിടെ നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നെ കെട്ടിയോ പോകുന്നുണ്ട്. ഓ ഇല്ല, കെട്ടിയാൻ പോയി ഉണ്ടാക്കിക്കൊണ്ട് തരുന്നുണ്ട് മല പറിച്ച് ഇവിടെ.